ഇന്നിതുവരെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് നാളെ കൊട്ടിക്കലാശം. കേരളപ്പോര് പവേർഡ് ബൈ KLM മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. അവസാന ലാപ്പിൽ BJP പാളയം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന സന്ദീപ് വാര്യരെ ചുറ്റിയാണ് ഏറ്റവും ഒടുവിലെ ചർച്ചകൾ. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടപ്രദക്ഷിണത്തിലാണ് സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെല്ലാം പാലക്കാട് ക്യാമ്പ് ചെയ്യുകയാണ്. നാടകീയ രംഗങ്ങൾ ഒട്ടേറെ കണ്ട പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ഡോക്ടർ പി സരിൻ LDF സ്ഥാനാർത്ഥിയായതു മുതൽ BJPയുടെ മുഖമായി നിന്നിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിനു വരെ പാലക്കാട് സാക്ഷ്യം വഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് LDF പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. മൂന്ന് മുന്നണികളുടെയും പ്രധാന നേതാക്കളെല്ലാം പാലക്കാട് കേന്ദ്രീകരിക്കുന്നു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തിൽ കറങ്ങുകയാണ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ. മൂന്ന് സ്ഥാനാർത്ഥികളും വോട്ടർമാരെ ഒരിക്കൽ കൂടി കാണാനുള്ള പരക്കം പാച്ചിലാണ്. സന്ദീപിന്റെ വരവ് തിരഞ്ഞെടുപ്പിൽ ആവേശമുണ്ടാക്കിയിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. RSSന്റെ സർസംഘചാലക് പോലും ആ നിലപാട് വിട്ട് ഏതെങ്കിലും ഒരു സെക്കുലർ ഫാബ്രിക്കിന്റെ ഭാഗമാകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ മുഴുവൻ സെക്കുലർ മൈൻഡ് സെറ്റ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ തീരുമാനം എടുത്തതിന് വളരെ പോസിറ്റീവായിട്ടല്ലേ പാലക്കാട് എടുക്കുന്നത്. ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിക്കിടയിലാണ് ശ്രീ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഏറ്റവും വലിയ ആവേശം ഉണ്ടാക്കിയത്. തിരഞ്ഞെടുപ്പിൽ ഇതൊന്നും പ്രതിഫലിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി പി സരിൻ. തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത വിഷയങ്ങൾ ഞാൻ ഇതുവരെ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഈ വിഷയവും അങ്ങനെ തന്നെയാണ്. ഞാനതിന് ഒരു തരത്തിലും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മിനിറ്റ് കൊണ്ട് നിലപാട് മാറ്റിയതിൽ സരിനും സന്ദീപും ഒരുപോലെയെന്ന് വിമർശിച്ച് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. ഒരു മിനിറ്റ് കൊണ്ട് നിലപാട് മാറുന്ന ആളുകളെ സംബന്ധിച്ച് വിലയിരുത്താൻ, അതിന്റെ പിന്നിലുള്ള എന്താണ് ചേതോവികാരം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള അത്രയും പ്രബുദ്ധതയുള്ള ആളുകൾ തന്നെയാണ്. സന്ദീപ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകും. ഞായറാഴ്ചയായതിനാൽ പള്ളികൾ കേന്ദ്രീകരിച്ചും സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിച്ചു. ഒരു മാസം നീണ്ട പ്രചാരണത്തിന്റെ ഊർജവും ആവേശവും നാളെ കലാശക്കൊട്ടിലും തെളിയും. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസിന്റെ കനത്ത സുരക്ഷ. ഇനി പന്ത് വോട്ടർമാരുടെ കോട്ടിലാണ്. ആരായിരിക്കും MLA കപ്പിൽ മുത്തമിടുന്നത്? ടീം 24 പാലക്കാട്. കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ട് സന്ദീപ് വാര്യർ. മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിൽ ഖേദപ്രകടനം നടത്തിയ സന്ദീപ് പാണക്കാട് കുടുംബത്തിനെ പുകഴ്ത്താനും മറന്നില്ല. സന്ദീപ് വാര്യർ മതേതര നിലപാടുകളിൽ വന്നതിൽ സന്തോഷമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. ലീഗ് MLA-മാർക്കൊപ്പം പാണക്കാടെത്തിയ സന്ദീപ് വാര്യർക്ക് ലഭിച്ചത് ഊഷ്മള വരവേൽപ്പ്. പാണക്കാട് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. കൂടിക്കാഴ്ച നീണ്ടു അരമണിക്കൂറോളം. പിന്നാലെ മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും പുകഴ്ത്തി സന്ദീപ് വാര്യർ. കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിൻ്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറ പാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് സമയത്തും ആർക്കും സഹായം ചോദിച്ച് കടന്നു വരാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു തറവാട് അവിടേക്ക് ഇന്ന് കടന്നു വരാൻ സാധിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് ഇന്ന് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. സന്ദീപ് വാര്യർ മുൻകാല നിലപാടുകൾ മാറ്റി മതേതര നിലപാടുകളിൽ വന്നതിൽ സന്തോഷമെന്ന പാണക്കാട് സാദിഖ് അലി തങ്ങൾ. സന്ദീപ് വാര്യരുടെ ഈ കടന്നുവരവിനെ ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു ഭൂമി, രാഷ്ട്രീയ ഭൂമിയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമെന്ന PK കുഞ്ഞാലിക്കുട്ടി. പാണക്കാട് വന്നു, തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അഭിവാഞ്ചയാണ്. അവസാന അഭയകേന്ദ്രം BJP അല്ല. അവസാനം ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തന്നെ സാധിക്കുള്ളൂ എന്നുള്ളത് ആണ് ഇന്നിപ്പോൾ ഇവിടെ കുറിച്ചിരിക്കുന്ന ഈ തുടക്കത്തിൻ്റെ അർത്ഥം. സന്ദീപ് വാര്യരെ പാണക്കാട് മുനവറലി തങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. വെൽക്കം ബ്രോ എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നാലെയാണ് സന്ദീപ് പാണക്കാട് എത്തിയത്. 24 മലപ്പുറം. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു അനുയായിയെപ്പോലെ പെരുമാറുന്നുവെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുൻപൊക്കെ പാണക്കാട് തങ്ങളെ എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സാദിഖ് അലി തങ്ങൾ അങ്ങനെയല്ലെന്നും സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനത്തെ പരാമർശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു.
സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ അതൃപ്തി പരസ്യമാക്കി കെ മുരളീധരൻ. സന്ദീപ് വാര്യരുടെ വരവിനെ ആദ്യം എതിർത്തത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതിലും ഗാന്ധി വധത്തെക്കുറിച്ചുള്ള പരാമർശവും കാരണമാണെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പ്രതികരണത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി. എല്ലാം കെ മുരളീധരനെ അറിയിച്ചിരുന്നുവെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ ഒളിയമ്പുമായി രംഗത്തെത്തിയ കെ മുരളീധരൻ ഇന്ന് ആ വിയോജിപ്പ് പരസ്യമാക്കി. സന്ദീപ് വാര്യരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ലെന്നും എതിർപ്പ് 2 കാരണങ്ങളാലെന്നും കെ മുരളീധരൻ. ഒന്ന്, അദ്ദേഹം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു. 2, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. താൻ TV-യിലൂടെയാണ് സന്ദീപ് വാര്യരുടെ വരവറിഞ്ഞതെന്നും കെ മുരളീധരൻ. ഇല്ല, ഞാൻ TV കണ്ടിട്ട് അറിയാം. അപ്പൊ അത്രയല്ലേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നും അല്ല, ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ. എന്നാൽ എല്ലാം കെ മുരളീധരനെ അറിയിച്ചിരുന്നു എന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത്. അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. KPCCയുടെ ഭാരവാഹികൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ജയന്ത് സംസാരിച്ചിട്ടുണ്ട്, എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെയുള്ള കെ മുരളീധരന്റെ പരിഹാസത്തിന് വി ഡി സതീശന്റെ മറുപടി ഇങ്ങനെ: ഞാനത് കണ്ടില്ല. എന്നോടൊരാൾ പറഞ്ഞു. എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞത് ഈ പെരുമാൾ ഭരണം തീരാൻ ഇനി 15 നാഴിക മാത്രമേ ഉള്ളെന്നാണ്. പെരുമാൾ എന്ന് വെച്ചാൽ ഭരണാധികാരിയാണ്. അത് പിണറായി വിജയനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശം ഒരേ സമയം BJPക്കും LDFനുമെതിരെ ഉപയോഗിക്കാമെന്ന് കരുതിയ കോൺഗ്രസിന് തിരിച്ചടിയാണ് കെ മുരളീധരന്റെ പരസ്യമായ എതിർപ്പ്. 24 തിരുവനന്തപുരം. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് എറണാകുളത്ത് പിടിയിലായ കുറുവാ സംഘം സന്തോഷ് സെൽവം എന്ന് ആലപ്പുഴ DYSP. പ്രതിയുടെ നെഞ്ചിൽ പച്ച കുത്തിയതാണ് തിരിച്ചറിയാൻ നിർണായകമായത്. സെൽവത്തിനൊപ്പം പിടിയിലായ മണികണ്ഠനെയും സന്തോഷിന്റെയും കുടുംബം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി നിരപരാധികളാണെന്നും പോലീസ് കുടുക്കിയതാണെന്നും ആരോപിച്ചു. പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. കുണ്ടന്നൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സന്തോഷ് സെൽവത്തെയും മണികണ്ഠനെയും പുലർച്ചെയോടെ അതീവ രഹസ്യമായി മോഷണം നടന്ന മണ്ണഞ്ചേരിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷണം നടത്തിയ അതേ വേഷത്തിലായിരുന്നു സന്തോഷിനെ എത്തിച്ചത്. മോഷണം നടന്ന വീട്ടിലുള്ളവർ രാത്രിയായതിനാൽ ഇയാളുടെ മുഖം കണ്ടിരുന്നില്ല. കുറുവാ സംഘത്തിൽ 14 പേരാണുള്ളത്. പ്രതിയെ പിടിച്ച കുണ്ടന്നൂരിൽ നിന്നും ചില സ്വർണ്ണ ഉരുപ്പടികൾ കിട്ടി. കഷ്ണങ്ങളാക്കിയ ആഭരണങ്ങളാണ് ലഭിച്ചത്. സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠന്റെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. ഈ സന്തോഷ് സെൽവത്തോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ പിടികൂടിയ കസ്റ്റഡിയിലെടുത്ത ഒരു മണികണ്ഠൻ, അയാളുടെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം വിഷ്വൽസിൽ കാണുന്ന ഈ രണ്ടാമത്തെ ആൾ മൂടി പുതച്ച ഒരവസ്ഥയിലാണ് വന്നത്. സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കി. പിടിയിലായ സന്തോഷിന്റെ പേരിൽ കേരളത്തിൽ 8 കേസുകളുണ്ട്. തനിക്ക് ആകെ 30 കേസുകൾ ഉണ്ടെന്നാണ് സന്തോഷ് തന്നെ പോലീസിനോട് പറഞ്ഞത്. പാലായിൽ നടന്ന മോഷണക്കേസിൽ 3 മാസങ്ങൾക്ക് മുൻപാണ് സന്തോഷ് ജയിൽ മോചിതനായത്. 18 കേസുകളുടെ വിവരങ്ങൾ, പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. അതിനു പുറമെ 8ഓളം കേരളത്തിലെ കേസുകൾ നമുക്ക് അതിന്റെ വിവരങ്ങളും ലഭ്യമായി കഴിഞ്ഞു. ഇനിയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അയാൾ തന്നെ അവകാശപ്പെടുന്നത് 30ഓളം കേസുകളിലെ പ്രതിയാണ് താനെന്നുള്ളതാണ്. ഇതിനിടെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുൻപിൽ നാടകീയ സംഭവങ്ങളും അരങ്ങേറി. പോലീസ് അകാരണമായി പിടിച്ചുകൊണ്ടുപോയി എന്നാണ് ഇരുവരുടെയും കുടുംബത്തിന്റെ ആരോപണം. പോയിട്ടില്ല സാർ, വെറുതെ പിടിച്ചില്ല സാർ, സത്യമായിട്ട് പോയിട്ടില്ല സാർ, പോയിട്ടില്ല, സത്യമായിട്ട് പോയിട്ടില്ല സാർ. ഒപ്പ് തീരുമ്പോ ഇവർ വന്ന് പിടിച്ചു. ഇപ്പൊ പിടിച്ച് ഇവർ കൊണ്ടുവന്നു. ഇന്നലെ സത്യമായിട്ട് ഒന്നും ചെയ്തില്ല സാർ. ആരോപണങ്ങൾ പോലീസ് തള്ളി. കുറുവാ സംഘത്തിലെ മറ്റു പ്രതികൾക്കായി പ്രത്യേക സ്ക്വാഡിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ആലപ്പുഴ. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസ് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കോടതി പരിഗണിക്കും. മോചനം വൈകുന്നതിൽ സങ്കടമെന്ന് അബ്ദുൾ റഹീമിന്റെ ഉമ്മ ഫാത്തിമ പറഞ്ഞു. മോചന ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന് വേദനയായി കോടതി നടപടികൾ നീളുകയാണ്. കണ്ണീരോടെയുള്ള കാത്തിരിപ്പിലാണ് റഹീമിന്റെ ഉമ്മ. ഇവിടുന്ന് ഇപ്പം ഒന്ന് വരും കഴിച്ചിടാമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളോട് പോകുന്നത്. ഇനി നീട്ടിക്കൊണ്ടുപോകണില്ല. എന്തെങ്ങനെ നീട്ടി നിങ്ങൾക്കൊന്നും ഇതോനെ ഇപ്പം ചോദിച്ചു നോക്കൂടെ? ഒന്നും ഇവിടെ ഇത്രയും പെട്ടെന്നൊന്ന് കഴിച്ചിലാക്കി തരാൻ പറ്റും. ഞാനവിടെ നിൽക്കട്ടെ, അതിൻ്റെ ജോലി നിങ്ങളെ കൂടെ നിങ്ങളെ മോനെ അവിടെ എത്തും, നിങ്ങളെ മുന്നിലെത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ എത്ര കാലമായിട്ട് പിന്നെ അവിടെ ഇട്ട് ഇങ്ങനെ കിടക്കും. ഉത്തരവ് വൈകുന്നത് എന്തുകൊണ്ടെന്നറിയില്ലെന്നും
വധശിക്ഷ റദ്ദാക്കി 6 മാസത്തോളമായിട്ടും മോചനം നീളുന്നത് സഹിക്കാൻ കഴിയുന്നില്ലെന്നും സഹോദരൻ നസീർ. നല്ലൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. നമ്മളവിടെ റഹീമിനെ കണ്ടു, എംബസിയിലൊക്കെ പോയി സംസാരിച്ചു. എംബസി ഉദ്യോഗസ്ഥരൊക്കെ നല്ലൊരു നമ്മൾ സ്വീകരണം ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. 2 ആഴ്ച മാറ്റിവെച്ചു എന്നുള്ളത്. ഫാത്തിമയും നസീറും സൗദി ജയിലിലെത്തി അബ്ദുൾ റഹീമിനെ സന്ദർശിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇവർ വീട്ടിൽ തിരിച്ചെത്തിയത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. 24 കോഴിക്കോട്. മംഗളൂരു ഉള്ളാലിൽ 3 യുവതികൾ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചു. മൈസൂരു സ്വദേശികളായ കീർത്തന, നിഷിത, പാർവതി എന്നിവരാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യം 24-ന് ലഭിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് മൈസൂരു സ്വദേശികളായ യുവതികൾ ഉള്ളാലിലെ ബീച്ച് റിസോർട്ടിലെത്തിയത്. ഇന്ന് രാവിലെ മൂവരും കുളിക്കുന്നതിനായി പൂളിൽ ഇറങ്ങി. സ്വിമ്മിംഗ് പൂളിന്റെ ഒരു വശത്ത് 6 അടിയോളം ആഴമുണ്ടായിരുന്നു. ഇതറിയാതെ ഒരു യുവതി ആഴത്തിൽ അകപ്പെട്ടു. സുഹൃത്തിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് മറ്റ് 2 പേർ കൂടി അപകടത്തിൽപ്പെട്ടത്. റിസോർട്ടിലെ ജീവനക്കാരാണ് യുവതികളെ മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. 24 മംഗളൂരു. സസ്പെൻഷനിലുള്ള എൻ പ്രശാന്ത് IASനെ അനുകൂലിച്ച് കാംകോ ജീവനക്കാർ. കാംകോ MD-ആയി എൻ പ്രശാന്തിനെ പുനർനിയമിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ജീവനക്കാർ കൂട്ടപ്പരാതി നൽകി. 468 ജീവനക്കാരാണ് പ്രശാന്തിനെ പിന്തുണച്ചുള്ള പരാതിയിൽ ഒപ്പിട്ടത്. സസ്പെൻഷനിലായിരിക്കുന്ന കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനായി കാംകോ ജീവനക്കാർ ഒറ്റക്കെട്ട്. കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ എന്ന കാംകോയുടെ MD-ആയി 2.5 മാസം മുൻപാണ് എൻ പ്രശാന്തിനെ നിയമിച്ചത്. സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ഇതേ സ്ഥാനം വീണ്ടും നൽകണമെന്നാണ് ആവശ്യമുന്നയിച്ച് 468 പേർ ഒപ്പിട്ട കൂട്ടപ്പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചു. വകുപ്പിലെ വലിയ വിഭാഗം ജീവനക്കാരുടെയും പിന്തുണ എൻ പ്രശാന്തിനുണ്ട്. CITU ഉൾപ്പെടെയുള്ള സംഘടനകളും എൻ പ്രശാന്തിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ കാംകോയെ രക്ഷിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ടുള്ള എൻ പ്രശാന്തിന്റെ ഇടപെടൽ എന്നാണ് ജീവനക്കാരുടെ പക്ഷം. വകുപ്പിന്റെ ഉയർച്ചയ്ക്കായി ദീർഘവീക്ഷണത്തോടെ എൻ പ്രശാന്ത് തുടങ്ങിവെച്ച പദ്ധതികൾ പാതി വഴിയിലെന്ന് കത്തിൽ പറയുന്നു. കാംകോയുടെ സംസ്ഥാനത്തെ വിവിധ ഓഫീസുകൾക്ക് മുൻപിൽ എൻ പ്രശാന്തിനെ അനുകൂലിച്ച് നേരത്തെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകുമായി ഉണ്ടായ തർക്കമാണ് എൻ പ്രശാന്തിന്റെ സസ്പെൻഷനിലേക്ക് വഴിവെച്ചത്. ഫയലുകൾ കാണുന്നതിലും നോട്ട് രേഖപ്പെടുത്തുന്നതിലും എൻ പ്രശാന്തിനെ വിലക്കി A ജയതിലക് പുറപ്പെടുവിച്ച ഉത്തരവും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാരുടെ കത്ത് എന്നതും ശ്രദ്ധേയം. 24 തിരുവനന്തപുരം. മണിപ്പൂർ കത്തുന്നു. സംഘർഷത്തിന് അയവില്ലാതെ മണിപ്പൂർ. മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ മണിപ്പൂരിലെത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലും പ്രതിഷേധമുണ്ടായി. ജിരിബാമിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതമായത്. മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെയും MLA-മാരുടെയും വീടുകൾക്ക് നേരെ പ്രതിഷേധക്കാർ ആക്രമണം നടത്തി. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേന കണ്ണീർവാതകം പ്രയോഗിച്ചു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്സ്പ പുനഃസ്ഥാപിച്ച നടപടി പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. CRPF DG അനീഷ് ദയാൽ മണിപ്പൂരിലെത്തി. ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം. തെരഞ്ഞെടുപ്പ് പരിപാടികൾ റദ്ദാക്കി അമിത്ഷായും ഡൽഹിയിലേക്ക് മടങ്ങി. മെയ്തൈ വിഭാഗത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹി ജന്തർ മന്ദറിലും മെയ്തൈ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. मणिपुर इस इंडिया की स्टेट के अंदर नहीं है. हम लोग हम अपने ये फील करते हैं कि हम इंडिया के अंदर है या बाहर है. जो भी ये हिंसा चल रहा है ये इंडिया के अंदर है और इंडिया के नागरिक के साथ हो रहे हैं. ये सब इंडिया सरकार को देखना चाहिए ना. Very heinous crime in the human history. This is Mr. Amit Shah and Mr. Modi. What they are thinking, I don't know, but they are directly they are responsible.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. മണിപ്പൂർ കത്തിയെരിയണമെന്നാണ് BJPയുടെ ആഗ്രഹമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിമർശിച്ചു. വിനീത VG 24 ഡൽഹി. ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് ആം ആദ്മി പാർട്ടി വിട്ടു. അരവിന്ദ് കെജ്രിവാളിന് നൽകിയ കത്തിലാണ് രാജിപ്രഖ്യാപനം. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുവെന്ന് കത്തിൽ വിമർശനം. രാജി BJPയുടെ ഗൂഢാലോചനയെന്ന് ആം ആദ്മി പാർട്ടി. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് ആം ആദ്മി പാർട്ടി സ്ഥാപക നേതാക്കളിൽ ഒരാളായ കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടി വിട്ടത്. കേജ്രിവാളിന് നൽകിയ രാജിക്കത്തിൽ രൂക്ഷ വിമർശനം. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് പകരം സ്വന്തം അജണ്ടയ്ക്കായി പോരാടുന്നു. യമുന ശുചീകരണം അടക്കമുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. കേന്ദ്രവുമായുള്ള പോരാട്ടം മാത്രം തുടർന്നാൽ പുരോഗതി ഉണ്ടാകില്ലെന്നും കത്തിൽ വിമർശനം. ഗെഹ്ലോട്ടിന്റെ രാജി ഡൽഹി മുഖ്യമന്ത്രി അതിഷി സ്വീകരിച്ചു. കൈലാഷ് ഗെഹ്ലോട്ട് EDയുടെയും IT യുടെയും നിരവധി കേസുകൾ നേരിടുന്നുണ്ടെന്നും BJPയിൽ ചേരുക അല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗമില്ലെന്നും ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. കൈലാഷ് ഗെഹ്ലോട്ടിന്റെ രാജിയിൽ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചില്ല. നജഫ്ഗഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കൈലാഷ് ഗെഹ്ലോട്ട് ഗതാഗതം, നിയമം, IT, ആഭ്യന്തരം എന്നീ സുപ്രധാന വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഗെഹ്ലോട്ട് BJPയിൽ ചേരുമെന്നും സൂചനകളുണ്ട്. അതിനിടയിൽ BJP മുൻ MLA അനിൽ ജാ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ ജാട്ട് മുഖമായിരുന്നു കൈലാഷ് ഗെഹ്ലോട്ട്. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കൈലാഷ് ഗെഹ്ലോട്ടിന്റെ പടിയിറക്കം ആം ആദ്മി പാർട്ടിക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. R. അച്യുതൻ, 24 ഡൽഹി. ഇനി കാണാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇന്നിതുവരെ പൂർത്തിയാവുകയാണ്.